360 കോടി കിട്ടി. എല്ലാം കൂടി ഒരു 1100 കോടി നഷ്ടം. ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് TVA ഫ്യൂൽസ് ആണേ. ഹലോ സാർ, വാട്ട് കാൻ ഐ ഹെൽപ് യു? സാറേ ഈ എയറുള്ള ലോക്കറൊക്കെ അറിയാമോ ഈ പിടിയിലെ? ഒരു 4 കണ്ണെടുത്ത് തരാം സാറേ. ഹലോ ഹലോ അണ്ണ അലക്സാണ്ടർ ആണേ. അതെ, പമ്പിലെ എമൗണ്ട് എടുത്തോട്ടാ. പമ്പിലെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഓപ്ഷൻ ഇന്നാണ്. മറ്റന്നാ ഓപ്ഷനാ, ബിസിനസ് ഓപ്ഷനാ. അതുപോലെ തന്നെ നമ്മുടെ പയ്യന് ചെറിയൊരു ബാങ്ക് കിട്ടിയേ. ആർക്ക്? ലവിക്ക്. എന്തിന്? അത് കേരളക്സായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ തേൻ കെട്ടുണ്ടോയത് അമ്മമാരെ. അപ്പൊ നമ്മളെ വിളിച്ച് സംസാരിച്ചു. അപ്പൊ കുറച്ച് ഓസി പറഞ്ഞായിരുന്നു. അതുപോലെ വലിച്ചു. കേലക്സ് പറഞ്ഞാ? അല്ലല്ല, നമ്മള് അമ്മമാരാന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മള് സോൾവിങ് രീതി സംസാരിച്ചപ്പോ ലൈക്ക് കുറച്ച് ഓസി പറഞ്ഞു. ലൈക്ക് നിങ്ങളാ നമുക്ക് മനസ്സിലാവുന്ന രീതിയില് അമ്മമാര് ടിക്കറ്റ് കളിച്ചു. അമ്മമാർക്ക് കിട്ടി 15 ദിവസം സേഫ് സോണില് കട്ട് ചെയ്യുന്നത്. ഇവൻ എത്ര ദിവസം കിട്ടി? ഇതിന് 9 ദിവസം. പമ്പിലെ ഫണ്ട് എടുത്തോ? അത് പറയാൻ വിളിച്ചത്. ഞാൻ അങ്ങോട്ട് പോവാ, എടുക്കാം. ഓക്കേടാ, ഓക്കെ, ശരി ശരി. ചത്താടാ? വണ്ടിയോ? വണ്ടിയെന്ന് പറഞ്ഞ നമ്മുടെ ഗ്യാങ് ഇതിന്ന് എടുക്കുമ്പോ എന്ത് ചെയ്യാനാ? പമ്പില് ബാക്കിയുള്ള കാശല്ലേ. എത്ര രൂപയായിട്ട് മൊത്തം? ഹലോ ഹലോ, ചന്ദ്രബോസ് ആണോ? അതെ അതെ, പറയടി. നീ അല്ലേടാ നേരത്തെ തന്നെ വണ്ടി അടിച്ചിട്ട് പോയാ? നീ ആരടി? നീ ആരത്തടി വെള്ളി വിളിക്കണ നിനക്ക് അറിയോടി? നിനക്ക് ചാവണോടി? വേണ്ടു നിനക്ക് വീണ്ടും ചാവണോടി നിനക്ക്? കളിക്കല്ലേ കളിക്കല്ലേടി? ഇത് നിന്റെ തന്ത ഇവിടെ നിക്കുന്നു. നിന്റെ തന്തനെ വിളിക്കില്ല, ഇല്ലാത്ത ആളെ ഞാൻ വിളിക്കും. 10 മൊത്തം നമുക്ക് എത്ര കിട്ടി? 10, 100, 1000, 14 ലക്ഷം, 10 ലക്ഷം കോടി. പറഞ്ഞുതരാം 19 ലാസ്റ്റ് ഡേ ഓഫ്. 3 മാസം പെട്ടെന്ന് പോയവരോ അല്ലേ? 3 ദിവസം ആയോ? പെട്ടെന്ന് പോയോ? ഇൻസഫിഷ്യന്റ് മണിയാ അതിനുള്ള എമൗണ്ട്. അടുത്ത മാസം ഓപ്ഷൻ. ഇനി എപ്പോ ഓപ്ഷൻ എനിക്കറിഞ്ഞു കേട്ടോ. മാറിപ്പോയി. അത് പോയിന്റ് ആയിരുന്നു കേട്ടോ. എന്താ പറഞ്ഞു? എത്ര ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാ ഇത്രയും ദിവസം സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോ നമ്മൾ ഇതിൽ ടോട്ടൽ സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10, 100, 1000, 10000 ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി. അതായത് 100 കോടി. അതായത് 100 കോടി 100 കോടി നമുക്ക് 100, 1000, 10000 ലക്ഷം, 10 ലക്ഷം, 300 കോടി ഇവിടെ സ്പെൻഡ് ചെയ്താപ്പാ. 363 കോടി. 363 കോടി സ്പെൻഡ് ആക്കി. 10, 100, 1000, 10000 ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി. ഓക്കെ സോറി 360 കോടി കിട്ടി. 360 കോടി കിട്ടി. എത്ര മുടക്കെന്ന് വെച്ചാൽ 10, 100, 1000, 10000 ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി. 82 കോടി 76,93,453 രൂപ മുടക്കിയപ്പോ 363 കോടി കിട്ടി. 1300 കോടിക്കാണ് ഇത് മേടിച്ചത്. 1000 കോടി സക്സസ്. 1000 അല്ല. അപ്പൊ ഇത് 82 കോടി കൂടി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാ എല്ലാം കൂടി ഒരു 1100 കോടി നഷ്ടം. 7859 കസ്റ്റമേഴ്സ് ഇവിടെ വന്നു. 19,000 പേര് വിസിറ്റ് ചെയ്യാൻ വന്നു. എന്തിനു മുമ്പ് അപ്പോ നമ്മള് പമ്പിനോട് വിട പറയുകയാണ്. എന്തായാലും
അല്ല 50 കോടിക്ക് വിളിച്ചിരുന്നെങ്കിൽ ലാഭം വല്ലതും കിട്ടുമായിരുന്നു. കള്ള കാവറക്കി ആ പാബ്ലോ എസ്കോബർ പന്ന കഴിവറമൻ. അവനൊക്കെ അഹങ്കാരല്ലോടാ, അഹങ്കാരല്ലോടാ. അവനൊക്കെ അവനെ കിട്ടി കഴിഞ്ഞാൽ പണി 1000 CR. അടുത്ത ഓപ്ഷൻ വരുമ്പോ ഇതേപോലെ വിളിച്ചു കൊടുത്താൽ മതി. പൈസ ഇല്ലല്ലോ. പൈസ ഇല്ലാതെ തന്നെ വിളിച്ചതെന്നൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതാ പൈസ ഇല്ലാതെയാണ് വിളിച്ചതെന്നൊക്കെ പറയും. ഹലോ ഹലോ കണ്ണാപ്പിടാ എവിടാ? മാമ വന്നാ? മാമേ എന്നൊക്കെ ദേഷ്യം പോലെ. നീ ടിവിക്കകത്ത് എന്തിനാ ഗ്രൂപ്പിസം കൊണ്ടുവരണ കണ്ണാപ്പി? വള്ളി ടീംസ് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഗ്രൂപ്പ്. പിന്നെന്തിനാ മാമൻ ഇറക്കിയത്? അതിന് മാമൻ ഇറക്കേണ്ട കാര്യത്തിലാണ്. പിന്നെ നീ ആര്? അതിൽ ലീഡറാ മാമൻ ഇറക്കാൻ? പിന്നെ ഓ ബോബോ കോ ലീഡർ, നീ ലീഡറാണോ വെള്ള ടീമിലെ? അതാണ് കൂട്ടത്തില് കൂടെ നിന്ന് ഊമ്പിക്കുന്നവന്മാര് ഉമ്മന്മാരെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. അതെ, ഞാൻ കുറച്ച് വീഡിയോ എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. സൂര്യബോസിനെ നിങ്ങൾ ഹറാസ് ചെയ്യണേ കേട്ടാ. ഹലോ കണ്ടാവേ? മിണ്ടൂലവൻ കള്ളൻ. നടുറോട്ടി തുണി മാറുന്ന കാണാനാണോ വിളിച്ചവൻ? ഈ കൊച്ചാണ് പറഞ്ഞത് ഡൊമിനിക്കിന്റെ ലുക്ക് കാരണം. നോക്കി പ്രാഗിട്ടോ അവള്. കട്ടൻ ചായ, നമ്മുടെ കട്ടൻ ചായ. ചന്ദ്രു ആരായിട്ട് ആരായിട്ട്? TBS ആ? കാര്യം എന്ത്? കാര്യം എന്ത്? കാര്യം എന്ത്? ചത്തറാവൻ ഓരോരുത്തന്മാരെ അവസ്ഥ ആണോടാ? എന്നിട്ട് എന്ത് സോൾവ് ആയാ? എന്നിട്ട് ഓരോരുത്തരന്മാരെ അവസ്ഥ കാണുമ്പോഴാ ചിരി വരുന്നടാ. എടാ ഓരോരുത്തന്മാരെ മതം ഇവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു. ഒരു പൂരം കൂടെ ആഘോഷിക്കാൻ. അയ്യോ ഞാൻ ലൊക്കേഷൻ പറയണേ. അല്ല അവർക്ക് ടർഫുണ്ട്. ഡൊമിനിക്ക് ചത്ത് കിടക്കണ്ട ഇവിടെ. കട്ടൻ ചായ ഡൊമിനിക്ക് മാത്രം കേട്ടുള്ളൂ കേട്ടാ. ശവോട്ട് കിടന്ന് അവൻ മാത്രമേ കേട്ടുള്ളൂ കേട്ടോ. അത് വേറെ ഒരുത്ത കേട്ടിട്ടില്ലേ. ഓരോരുത്തന്മാരെ ജീറിച്ച അവസ്ഥയാ. ഇല്ലടാ പമ്പ് ഇന്നൂടെ ഉള്ളു. ഞാൻ പോയി ഫുൾ കാശൊക്കെ എടുത്തു. ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് TVA ഫ്യൂൽസ് ആണേ. ആവശ്യത്തിന് പെട്രോളൊക്കെ അടിച്ചോ. ഇനി ഓപ്ഷൻ പമ്പ് ഇനി ഓപ്ഷൻ എടുക്കാൻ പറ്റത്തില്ല. ഇന്നൂടെ ഉള്ളു പമ്പ്. ഏതാ ഗൺ ഷോപ്പ് വരുന്നുണ്ടാ?
ചന്ദ്രു ബ്ലാക്ക് വേണേ ഗൺ ഷോപ്പ് ഒക്കെ പിടിക്കണമെങ്കിൽ ബ്ലാക്ക് ഗൺ ഷോപ്പ് ഞാൻ കാര്യം പറയട്ടാ, നമ്മളിവിടെ എത്ര പേര് ബ്ലാക്ക് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്? മുന്നേ മറ്റേ നമുക്ക് മറ്റേ ഒരു ഇതുണ്ടായിരുന്നു ഗ്യാങ് ഹൗസിന്റെ മറ്റേ ബോട്ടിനെ കൊണ്ടൊക്കെ ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയട്ടാ വില്ലോനെ, നമുക്ക് പഴയ ബാക്കപ്പ് മാത്രമേ ടി വിക്കുള്ളൂ ബ്ലാക്കിന്റെ. ഇപ്പൊ ആരും ബ്ലാക്ക് ഗ്രൈൻഡ് ചെയ്യുന്നില്ല. ഇനി ഈ ഗൺ ഷോപ്പ് ഓപ്ഷൻ വരുമ്പോ അത് ബ്ലാക്കിലാ വരണേ, അത് ബ്ലാക്കിനാ വരുന്നുണ്ടെങ്കിൽ അത് വരുന്നുണ്ടെങ്കിൽ ബ്ലാക്കിനെ വരത്തുള്ളൂ. നമ്മുടെ നമുക്ക് വിളിച്ചെടുക്കാൻ പറ്റുമെന്ന് അത്ര ഉറപ്പൊന്നുമില്ല, പക്ഷെ നോക്കാൻ നമുക്ക് ഇങ്ങനെ കൺഫേം ഒന്നുമല്ല, മനസ്സിലായില്ലേ? ട്രൈ ചെയ്യാനേ പറ്റത്തുള്ളൂ. പണ്ടത്തെ പോലെ ഈ ഗൺ ഷോപ്പ് ചിലപ്പോ വൈറ്റിനായിരിക്കും, ഇത് വൈറ്റിനായിരിക്കും ചന്ദ്രു. മറ്റേ ബ്ലാക്ക് മാർക്കറ്റ് അല്ലടാ, AR വരുന്നുണ്ടെങ്കിൽ ബ്ലാക്കാ, ഇല്ലീഗൽ ഗണ്ണാ. AR വന്നിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും. AR ആണ്, ARന്റെ ഏരിയ പറയണേ. നമ്മുടെ ഗൺ ഷോപ്പ് ഇല്ലേ, മനസ്സിലായി മനസ്സിലായി. വൈറ്റ് ആയിരിക്കും. പരസാറിന്റെ ക്ഷേമം അന്വേഷിച്ചിട്ട് പോരാ, വേണോ പിന്നല്ലാണ്ട്. പോയിട്ട് ഭരത്ത് വന്നില്ലടാന്ന് കേട്ടാലോ. ഞാനൊന്ന് കേറിയത് ഇവിടെ നിന്ന് അടിയായിട്ട് പോയത്. ഹലോ, കണ്ണൂരും മോറെല്ലാം ഉണ്ട്. ഭരത്ത് വന്നില്ലേ സാറേ? ഭരത്ത് ഇല്ല വന്നിട്ടില്ല സാറേ. അവ എവിടെ പോയി? വരാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ആരായിരുന്നു സാർ? എന്തായിരുന്നു കാര്യം? ഭരത്തിന്റെ കൂട്ടുകാരാണ്. അല്ല ചെറിയൊരു കുറച്ച് ഓക്കെ ഓക്കെ. അതിങ്ങനെ ഭരത്തല്ലേ? ഹലോ സാർ, വാട്ട് കാൻ ഐ ഹെൽപ് യു? No help needed. Sorry. What is your name? നമ്മളെ പേര് മാധവനുണ്ണി. ഓക്കെ. സിറ്റി ഇവിടെ പുതിയതാണോ? അല്ല പീഡിയിലെ മെയിനാ. ആരോട് ചോദിച്ചാലും അപ്പൊ ഈ ഭരത്തൊക്കെ അപ്പൊ ഭരത് സാറൊക്കെ നമ്മളെ കുറച്ച് മേലെ, ഇച്ചിരി മേലെയാണോ? ഇത് കോൺസ്റ്റബിൾ ആയിരുന്നു. അല്ലല്ല കോൺസ്റ്റബിൾ അല്ല, നമ്മള് ഇതാണ് തൊട്ടടിയില്. അല്ലല്ല DGP തൊട്ടടിയില്. നമ്മള് ഭരത്തിന്റെ ഫ്രണ്ടാണ്. നമുക്ക് സിറ്റിയിലൊക്കെ വെച്ച് നമ്മളെന്തെങ്കിലും റോബറി ഒക്കെ പിടിക്കുമ്പോ നമ്മളൊന്ന് ശ്രദ്ധിക്കണേ, എന്തെങ്കിലുമൊക്കെ സീൻ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ. നമ്മള് ഭരത്താണ് നമ്മളെ ഊരുന്നത്. സാറിന് കേസൊക്കെ വരുമ്പോ ഭരത്തിന്റെ ഒരു ഇതുണ്ട് നമുക്ക്. സാറ് എനക്ക് പൈസ തരുമോ? എന്നാ ഞാൻ ഊരിത്തരാം. ഉറപ്പാണോ? ഞങ്ങള് കാശ് കോടി എത്രയാണോ വീശാം, കാശ് നമുക്കൊരു വിഷയമില്ല. നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ചെന്നാ മതി, ഈ കയ്യിലുള്ള സാധനങ്ങൾ. അതായത് നമ്മുടെ ഇപ്പൊ AR ഒക്കെ ഉണ്ടായിരുന്നെങ്കിലേ, പിടിക്കുമ്പോ AR ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ച് അതെല്ലാം സെറ്റാണ്. എത്ര പൈസ തരും? ഇങ്ങോട്ടൊന്ന് മാറി സംസാരിക്കാം. നമ്മളാണോ വണ്ടി കയറ്റി? ഓ ഹലോ കുട്ടി. ഹലോ കുട്ടി. അല്ല മാഡം. പറഞ്ഞോ. നമ്മളാ ചങ്ങായാണ് ഈ സംസാരിച്ചിട്ട്. ഹലോ സാറേ, നേരം ഇത് എല്ലാരും കൂട്ടി പറഞ്ഞ സാറേ, ഒരാള് സാറേ നമ്മളെ ഫ്രണ്ടാണ്. എത്ര വേണം? 100 കോടിയൊന്നും നടപ്പുള്ള കേസല്ല മച്ചാനെ. ഒരു 20 കോടി ഒരു റോബറിക്ക് പിടിച്ചിട്ട് സാധനം തിരിച്ചെന്ന 20 കോടി ഒരു റോബറിയുടെ. അങ്ങനെ ഓക്കെ. ഉറപ്പാണ്? ഉറപ്പ്. നിങ്ങളുടെ നമ്പർ ഫോണില്ല. സൂപ്പർ. ഫോണുണ്ട് പക്ഷെ ഓണാവൂല, അതാണ് കുഴപ്പം. പവർ ബാങ്ക് തരാം. തിരിച്ചറിയത്തില്ലേ? നോക്കിയല്ലേ എല്ലാരും ഫോളോ ചെയ്യണേ. കേസുകളൊക്കെ വരാറുണ്ടോ? ചാർജ് കയറ്റും. എന്റെ ഒരു AR വിളിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് എടുത്ത് തരാൻ പറ്റുമോ? സാറേ ഈ AR ഉള്ള ലോക്കറൊക്കെ അറിയാവോ? ഈ പിടിയിലെ AR കൊണ്ട് ഈ പിടിക്കുന്ന ഒരു 4 കണ്ണെടുത്ത് തരാം സാറേ. 4 കണ്ണെടുത്ത് തന്നാൽ ഇപ്പൊ സാറിന് ഒരു 30 കോടി ഇപ്പൊ തരാം. ഇത് നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ 3 പേരല്ലാണ്ട് ഇത് 4ാമത് ഒരാൾ അറിയത്തില്ല. ഇത് ചന്ദ്രന്റെ സാറേ പവറൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞ ഇവിടെ? ചെറിയൊരു പവർ കുറവുണ്ട്, ചെറുതായിട്ടൊരു പവർ കുറവ്. അതിലൊന്നും കൈയിടാൻ പറ്റത്തില്ല. അതിൽ കൈയിടാൻ പറ്റുന്ന ആരാളെ ഇവിടെ? അത്
അതില് കൈയിടാൻ പറ്റുന്ന നമ്മളെ റേഡിയോയിൽ ഇപ്പൊ സാധാരണ സാറിനായി സാറൊന്ന് വിളിച്ചു ഇങ്ങനെ സഹദേവൻ സാർ ഇങ്ങനെ കൈക്കൂലിയൊക്കെ മേടിക്കും. കൈക്കൂലി മേടിക്കും. അത് എനക്കറിയൂടാ, കാരണം നമ്മള് ഇടയ്ക്കേ വരുള്ളൂ. 10:30 നമ്മളെ സമയം. ആന്ന്. ഓ സാധാരണ സാർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയൂല. അത് ഇത്തിരി പ്രശ്നമാണ്. സാറൊന്ന് പറഞ്ഞു നോക്ക്, സാറും കൈക്കൂലി കൊടുക്ക. സാറേ നിങ്ങൾക്കാണോ ഗണ്ണിന് മുടക്കിട്ട് അടിച്ചാ ഗണ്ണ് കിട്ടൂലേ? സാറേ നമുക്ക് കുറച്ച് ഗണ്ണ് എക്സ്ട്രാ കിട്ടണ ഇത്തിരി നല്ല കാര്യമാണ്. ഇല്ല സാറൊന്ന് അഡ്ജസ്റ്റ് ഇല്ല സാർ നോക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമെങ്കിൽ മാറ്റി വെച്ചിരുന്നത് നമ്മള് മേടിച്ചോളാം. അതിന് പക്ഷെ എന്താ പറയാ പീഡിന്റെ ചിത്രം എല്ലാം ഉണ്ടാവും. ഒരു കാര്യം പറയട്ടെ, സാറിപ്പോ ഒരാളെ റോബറി പിടിച്ചെന്ന് വിചാരിച്ചോ, അയാളുടെ കണ്ണ് സാധനം സാറിൽ എടുക്കുന്നേ. പക്ഷെ ഞാൻ റോബറിക്ക് ഇതിലായിട്ട് പോയിട്ടില്ല ഇതുവരെ. സാറിന് വണ്ടി പീഡി വണ്ടി ഇല്ല അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇനി അറ്റൻഡ് ചെയ്യുമ്പോ നോക്കിയാൽ വണ്ടി പ്രോസസ് ചെയ്യാൻ പറയാം. നേരം കണ്ണ് സാറ് എടുത്തിട്ട് നൈസായിട്ട് മതി. സാറ് പിടിക്കണ കണ്ണ് സാറ് കൈ വെച്ചാ മതി. സാറിന്റെ നമുക്ക് പിടിക്കാൻ ഞാനൊന്നും പോവലില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ട് സാറ് വെറുതെ മുതുക്കൊക്കെ ചെല്ല, അപ്പൊ കുറെ ഇങ്ങനെ കയ്യിലൊക്കെ എടുത്ത് വെച്ച് വെടിവെക്കും. അപ്പൊ അതങ്ങ് മേടിച്ചാ മതി. അത്രേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ വാങ്ങി കഴിഞ്ഞാൽ വലിയ പ്രശ്നവും. ആദ്യം അങ്ങനെയല്ല കാട്ടിയിരുന്നു. എന്തായാലും ഇന്നലെ വിളിക്കാപ്പാ നമ്മള്. ഇയാളെ കൊണ്ട് ഒരു ഉപയോഗം ഇല്ല. അത് സത്യമല്ല, പക്ഷെ എന്നാലും സത്യമാണ്. പക്ഷെ നമ്മളല്ല സംസാരിക്കാം. സെറ്റ്. എന്താടാ എന്താ പറ്റി? എന്താ കാര്യം എന്താ കണ്ണാപ്പി കാര്യം പറ. ചുമ്മാ നോക്കിയിട്ട് വിളിച്ചിട്ട് ഹലോ കൂട്ടാ സുഖാണോ നോക്കിയാനാ? എന്നാ പിന്നെ നമുക്ക് കാര്യം മനസ്സിലായി. എന്താന്ന് ഇത് പറ. ഹലോ ഹലോ ആണോ? അയ്യോ വണ്ടി കൊണ്ട് അയ്യോ ചന്ദ്രു പ്രശ്നം. സീവാണോ അത്? ഇച്ചിട്ടാന്നാ വില്ലുമോ 2 തരം. തനിയൊക്കെ പോന്നു ഞാൻ. ചിമ്പുവാണോ ഇത്? ഹലോ അച്ഛൻ എനിക്ക് തരാമോ ഇതൊന്ന്? ഇങ്ങോട്ടോ സീൻ സാധനം അത്. ബ്രോ ഇത് സിറ്റിയിൽ വാങ്ങിക്കാൻ കിട്ടോ? പ്രീമിയാണോ? എനിക്ക് എടുക്കണോടാ. ഓടിച്ചോട്ടെ പോട്ടെ. ഇത് മറ്റേ പറവ് പോലല്ല, നല്ല പൊങ്ങു ഇത്. അടിപൊളി. ചന്ദ്രനോ ഇത് ക്ലീൻ ചെയ്യും. അപ്പൂപ്പന്റെ മോന്താ കറുത്ത മുടി. എല്ലാം പറയുന്ന മലയിൽ പോക്കാണ് എനിക്ക്. ദൈവം എന്നോട് ക്ഷമിക്കുമെന്ന് ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തോണം പറഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ടോ.
4-5 പേരെ അടിച്ച് വീണ്ടും കണ്ടന്റ് ഇറക്കുന്നേട്ട്. ഞാൻ നോക്കിയപ്പോ ചന്ദ്ര ജുഗ്രുവിനെ രണ്ടുകൊണ്ട് തല്ലിക്കൊതിരി എടുത്തോണ്ട് പോകാൻ നോക്കുന്നു. ഇതൊക്കെ സ്ക്രിപ്റ്റഡ് അല്ലടാ, ഇതൊക്കെ പെയ്ഡ് ആക്ടേഴ്സാ. ഇതൊക്കെ പെയ്ഡ് ആക്ടേഴ്സ് അല്ല. നീ എന്നെ സെറ്റ് വെച്ചിട്ട് നീ എന്നെ ലിറ്റായമാരെ അടിച്ചു കൊല്ലുന്നില്ലടാ നീയൊക്കെ ഇത്. സത്യ ഹൈപ്പ് ഒന്ന് ഇറങ്ങി വരുമ്പോ വീണ്ടും ഹൈപ്പ് കയറ്റാൻ വേണ്ടി 2 പൈസ കൊടുത്ത് ഇറക്കും. മനസ്സിലായില്ലേ? ഞാൻ തന്നെ ആൾക്കാരെ കൊണ്ട് ഇടിപ്പിക്കും ഇതൊക്കെ തന്നെ പണി. വേറെ എന്തെങ്കിലും പണി? എന്റെ സിഗ്നൽ ഇതാണ്. ഞാൻ പോയി നൈസിന് PP അടിക്കും. അപ്പൊ അവന്മാർക്ക് മനസ്സിലാവും. ആരും കണ്ടിട്ടില്ലെന്നാണ് പറയണേ. എനിക്കറിയത്തില്ല, ഇതുവരെ കാണാത്ത ആൾക്കാരൊക്കെ അങ്ങനെയല്ലേ ഇറക്കാൻ പറ്റുമോ? അല്ലേ അവന്മാർ ഡൗട്ട് അടിക്കൂല ആൾക്കാർക്ക്. ചാറ്റിൽ എല്ലാരും എന്തോ പറയുന്നടാ, അങ്ങനെ എന്തോ റേഞ്ച് ബീറ്റ് ആണ്. ഞാൻ കാര്യമാക്കില്ല. റേഞ്ച് ബീറ്റ് ഡൊമിനിക്ക് തോന്നിക്കണട്ടാ. ഡൊമിനിക്കാ എവിടെ? ടീച്ചർ ഡൊമിനിക്ക് തോന്നിക്കണ ആ മലയുടെ അവിടെ. ആ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. കുറച്ചേർത്ത് ചത്തവിടെ കൊന്നവിടെ ഇട്ട് തൂക്കി. അവിടെ ആള് പൊളിഞ്ഞിരിക്കാണ്. കൊല്ലം പറഞ്ഞു സോയാണ്. റേഞ്ച് ബീറ്റ് ആക്കുവേ. റേഞ്ച് ബീറ്റ് ആക്കുവോ? അണ്ണനെന്താ വരാത്ത? അവൻ വരേണ്ട ടൈം ആയല്ല, എനിക്ക് അറിഞ്ഞതാ. വരും ആള് വരും. പേടിക്കല്ല, ടെൻഷനല്ലേ. എല്ലാം പെമ്പിളോടാ സിറ്റിയില്. എവിടെ നോക്കിയാല് ലോറ അവിടെ സീന്. അവർക്ക് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏതൊക്കെയാടാ ഇത്? 1 2 3 4